ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എൻ്റെ പുറകെ കിടക്കുന്ന ഈ കാണുന്ന ഹാങ്ങിങ് പ്ലാന്റ്സ് എല്ലാം ഒന്ന് റീപോർട്ട് ചെയ്യണം, എന്നിട്ട് ഒരു വൈറ്റ് ഔട്ടർ കൂടി അതിന് വെച്ച് കൊടുക്കണം. അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ പ്ലാന്റ്സ് ഒക്കെ ആകെ പോയി കിടക്കുകയാണ്. ഹാങ്ങിങ് പ്ലാന്റ്സ് എല്ലാം ഞാൻ ശ്രദ്ധിക്കാതെ കുറേ നാളായി ഇത് ശ്രദ്ധിക്കാതിരുന്നിട്ട് ഞാൻ പോട്ടൊക്കെ വാങ്ങിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യാമെന്ന് കരുതി അങ്ങനെ നീട്ടിക്കൊണ്ട് പോയതാണ്. അപ്പോൾ എല്ലാം ഒന്ന് റെഡിയാക്കണം. വാൻഡറിങ് ജൂവിൻ്റെ ഒക്കെ അവസ്ഥ നോക്ക്. ഇതെല്ലാം കൂടി ഇന്ന് ചെയ്ത് തീരുമെന്ന് അറിയത്തില്ല. എന്നത്തെയും പോലെ വൈകുന്നേരമാണ് ചെയ്യാതിരിക്കുന്നത്, ഉച്ചയ്ക്ക് ശേഷം. അപ്പോൾ പറ്റുന്നത്രയും ചെയ്യാമെന്ന് കരുതി. കാരണം ഞാൻ അവിടെ ചകിരിച്ചോറൊക്കെ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ പ്ലാൻ റിപ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ അവിടെ വെള്ളത്തിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ആകെ മഴ പെയ്ത് വെള്ളം കയറി മൊത്തം കുളമായി. ചകിരിച്ചോറ് ഞാൻ 2-3 ദിവസമായി ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ട്. ഈ ഒരു റീപ്പോർട്ടിങ് കൂടെ കഴിഞ്ഞിട്ട് എടുത്ത് വെക്കാമെന്ന് കരുതി അങ്ങനെ വെച്ചതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം മഴ പെയ്തു, അതിനകത്ത് ആകെ വെള്ളം കയറി കുളമായി. അപ്പോൾ പിന്നെ പെട്ടെന്നങ്ങ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. മണി പ്ലാന്റ്സ് ഒക്കെ ഞാൻ കുറേ മുന്നേ ഇങ്ങനെ ട്രിം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഈ ഒരു റീപ്പോർട്ടിങ് കാരണം വേര് മുളയ്ക്കുമല്ലോ. വേര് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് അതിനകത്ത് പിടിച്ച് കിട്ടുമല്ലോ എന്ന് കരുതി ഈ റീപ്പോർട്ടിങ്ങിന് വേണ്ടി ഞാൻ മുന്നേ ഇങ്ങനെ ട്രിം ചെയ്ത് വെച്ചതാണ് വെള്ളത്തിൽ. 3 പോട്ടിലും മണി പ്ലാന്റ് ആണ്, 3 വെറൈറ്റിയാണ്. അപ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ മുന്നേ ട്രിം ചെയ്ത് വെച്ചിരുന്നതാണ്, ഒന്ന് ബുഷിയായിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് കുറേ വേണമല്ലോ, അതിനിങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിരുന്നതായിരുന്നു. അങ്ങനെ ഞാൻ അതൊക്കെ റെഡിയാക്കുമ്പോഴത്തേക്കും അമ്മ കടയിൽ പോയിട്ട് വന്നു. കടയിൽ പോയേക്കായിരുന്നു. ഒരു ലോകം മുഴുവൻ ചുറ്റിയിട്ടാണ് വരുന്നത്, കാരണം കടകളൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല. അവിടെ പള്ളിപ്പെരുന്നാളായിരുന്നു. പള്ളിപ്പെരുന്നാളെന്നറിയായിരുന്നു, പക്ഷേ കടകളൊന്നും ഇങ്ങനെ അവധിയാവുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മ മേടിക്കാൻ ഉദ്ദേശിച്ച സാധനങ്ങളൊന്നും കിട്ടിയില്ല. എനിക്ക് സ്നാക്സ് മേടിക്കാനുള്ള കട മാത്രം തുറന്നിട്ടുണ്ടായിരുന്നു. അത് വീടിൻ്റെ അടുത്തുള്ളൊരു കടയായിരുന്നു. ആ പുറകിൽ അങ്ങനെ കുറേ ഓലയും വിറകൊക്കെ വെച്ചിട്ടില്ലേ, അവിടെ പീസ് ലില്ലി വെച്ചേക്കാണ്. അപ്പോൾ അതിന് വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഭാഗത്ത് നല്ല വെയിലാണ്. പിന്നെ അവിടെ പട്ടിയും പൂച്ചൊക്കെ കയറി ഇങ്ങനെ കളിയും കിടത്തോ ഉറക്കമൊക്കെയാണ്. അപ്പോൾ അത് കാരണം അവിടെ കൊണ്ട് വിറകൊക്കെ വെച്ചാണ് ഒന്ന് പിടിച്ച് ഒന്ന് ഉഷാറായിട്ട് അതൊക്കെ എടുത്ത് മാറ്റാമെന്ന് കരുതി. വേഗം ചെയ്ത് തീരുമോന്നൊക്കെ ചോദിക്കുകയാണ് അമ്മ, എല്ലാം ഒന്ന് തീരുമോന്നൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു എല്ലാം തീരത്തില്ല, പറ്റുന്നത്രയും ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യത്തെ പ്ലാന്റ് ഇതാണ്, ഈ മണി പ്ലാന്റ്. ഇത് കണ്ടില്ലേ, കുറേ നാളായി അത് ഞാനിങ്ങനെ ചുറ്റി ഇങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ നല്ല ലെങ്തി ആയത്. പിന്നെ അതിൽ നിന്ന് ഞാൻ കുറേ ട്രിം ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതിങ്ങനെ പിന്നീട് ഒരുമിച്ച് എല്ലാം കൂടി ചെയ്യാമെന്ന് കരുതി അങ്ങനെ നീട്ടിക്കൊണ്ട് പോയതാണ്. അതാകെ കുരുങ്ങി, ആ വള്ളിയും പോട്ടിൻ്റെ വള്ളിയും അതെല്ലാം കൂടെ ആകെ കുരുങ്ങി. പിന്നെ അതൊക്കെ വെട്ടിയെടുത്തു. ജസ്റ്റ് ഒന്ന് കഴുകി നമ്മളൊരു വൈറ്റ് പോട്ടിലേക്ക് ഇറക്കി വെക്കും കേട്ടോ. പക്ഷെ എന്നാലും ഞാനൊന്ന് കഴുകി, നല്ല മണ്ണും ചെളിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പോട്ടിംഗ് മിക്സ്ചറൊക്കെ തയ്യാറാക്കി വേഗം വെച്ചിട്ടോ. സാധാരണ ഞാൻ ഇത്തിരി സ്ലോ ആണ്, പക്ഷെ ഇത്തവണ ഞാൻ വേഗം അവസാനിപ്പിച്ചു. എന്നാലും തീരില്ല, വെളിച്ചമൊക്കെ പോയി തുടങ്ങി, ഇരുട്ടായി തുടങ്ങി ഏകദേശം. അങ്ങനെ ഒരെണ്ണം കഴിഞ്ഞു. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എത്ര നാളത്തെ ഒരു ആഗ്രഹം എന്നറിയാം ഈ രീതിയിലൊന്ന് സെറ്റ് ചെയ്യണം എന്നുള്ളത്. എൻ്റെ ഫേവറേറ്റ് ആണ് വൈറ്റ് പോട്ട്, ഭയങ്കര ഇഷ്ടമാണ് വൈറ്റ് പോട്ടും പിന്നെ മൺചട്ടിയും. അതും ആ റെഡ് കളറാണ് എൻ്റെ ഇഷ്ടം. പിന്നെ നെക്സ്റ്റ് ഇതായിരുന്നു. അതിനിടയ്ക്ക് ഒന്ന് മുറ്റം നടിച്ചു വരാൻ പോയി. അത് തൊട്ടപ്പോഴേ കയ്യിലേക്ക് പോന്നു, അത്ര ശോകമായിരുന്നു അതിൻ്റെയൊക്കെ അവസ്ഥ. എൻ്റെ ഇത് സെക്കൻഡോ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ഷോർട്ട് വീഡിയോയിലൊക്കെ ഇതൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 എണ്ണം കഴിഞ്ഞു. അങ്ങനെ
രണ്ടെണ്ണം വെച്ചു. ഇനിയുള്ളത് വാൻഡറിങ് ജൂ ആണ്. അതിൻ്റെ അവസ്ഥ ആകെ ശോകമാണ്. ഇത് എപ്പോഴൊക്കെ ഞാൻ റിപ്പോർട്ട് ചെയ്താലും ഒരു 2-3 ആഴ്ചയുമ്പോഴത്തേക്കും ഇതുപോലാകും. എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഇതൊക്കെ ഗാർഡൻ, അതായത് ഹാങ്ങിങ് പ്ലാന്റ്സൊക്കെ നമ്മൾ വെക്കാൻ തുടങ്ങിയപ്പോൾ ഉള്ള പ്ലാന്റ്സാണ്. ഇങ്ങനെ തീരെ നശിച്ചു പോകാൻ സമ്മതിക്കത്തില്ല. അപ്പോഴത്തേക്ക് ഞാൻ റിപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ രക്ഷിച്ചെടുക്കും. അപ്പോൾ അതും കൂടെ വെച്ചു. ഇത് കഴിഞ്ഞാൽ ഒരു പ്ലാന്റ്സും കൂടെ വെച്ചുള്ളൂ. അത്രയൊന്നും പറ്റുള്ളൂ. ആകെ ഇരുട്ടായി. പിന്നെ വെളിച്ചമൊക്കെ പോയി. പിന്നെ അടുത്ത ദിവസം ചെയ്യാമെന്ന് കരുതി. പക്ഷേ അടുത്ത ദിവസം ചെയ്യാൻ പറ്റിയില്ല. കാരണം പിന്നെ പൂരത്തിൻ്റെ തിരക്കൊക്കെ ആയിരുന്നു. ഇതൊക്കെ പൂരത്തിന് മുന്നെയാണ്, തൃശ്ശൂർ പൂരത്തിന് മുന്നെയാണ് ഇത്രയും ചെയ്തത്. ബാക്കിയൊക്കെ ഞാൻ പൂരത്തിൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞിട്ടാണ് ചെയ്തത്. ഇത് കഴിഞ്ഞ് ഒരു പ്ലാന്റ്സും കൂടെ വെച്ചു കേട്ടോ. അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല, കാരണം നല്ല ഇരുട്ടായി പിന്നെ. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തില്ല. ഈ ഒരു പ്ലാന്റും കൂടെ വെച്ചു. പിന്നെ ഞാൻ അടുത്ത ദിവസമാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ വീഡിയോ പിന്നെ എടുത്തില്ല, വെളിച്ചമൊക്കെ പോയി. അപ്പോൾ പെട്ടെന്ന് അവസാനിപ്പിക്കാമെന്ന് കരുതി ഞാൻ പെട്ടെന്ന് വെച്ച് അവസാനിപ്പിച്ചു. ഈ കാണുന്ന 4 അന്നത്തെ ദിവസം വെച്ചത്. അപ്പോൾ ലാസ്റ്റ് വെച്ചതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല, ആകെ ഇരുട്ടായതുകൊണ്ട്. ഇതിപ്പോൾ അടുത്ത ദിവസമാണ്. അടുത്ത ദിവസമല്ല, പിന്നെ ഞാൻ തൃശ്ശൂർ പൂരമൊക്കെ കഴിഞ്ഞിട്ട്, ആദ്യം വെച്ചത് തൃശ്ശൂർ പൂരത്തിൻ്റെ ഒക്കെ മുന്നേ ആയിരുന്നു. പിന്നെ പൂരത്തിൻ്റെ തിരക്കൊക്കെ ആയിരുന്നു. പിന്നെ പൂരമൊക്കെ കഴിഞ്ഞിട്ടാണ് വെച്ചത്. അപ്പോൾ അത്രയും നാൾ ആ ചകിരിച്ചോറൊക്കെ അവിടെ ഇരിക്കുമായിരുന്നു കേട്ടോ. സംഭവം ഇങ്ങനെ മനസ്സിൽ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ വെക്കാനൊന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇനി മൊത്തം 4 വെക്കാനുണ്ടായിരുന്നു. പക്ഷേ ഒന്നിലൊരു പ്ലാന്റിൻ്റെ കുറവുണ്ട്. പിന്നെ ഒരു പോട്ടിന് വള്ളി ഉണ്ടായിരുന്നില്ല. വള്ളിയുണ്ട്, അതിനൊരു ഭാഗം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു പോട്ടിൽ പ്ലാന്റ് ഇല്ല. ഞാൻ വേറെ ഏതൊരു പ്ലാന്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കൂടി കാലിയായി കിടക്കണ്ടെന്ന് കരുതി വെച്ചതാണ്. അപ്പോൾ ആദ്യത്തെ ഒരു 3 വെക്കാമെന്ന് വിചാരിച്ചു. 2 മണി പ്ലാന്റും ഒരു എപ്പീസിയ പ്ലാന്റും ആയിരുന്നു. അപ്പോൾ അതൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരെണ്ണത്തിൽ നിന്ന് എനിക്കൊരു കടന്നൽ കൂടി കിട്ടി. മിക്കതിലും കാണും കേട്ടോ, മിക്കവാറും കാണും. ഒന്നിന്ന് ഓടിപ്പിച്ചുമ്പോൾ അടുത്തേക്ക് പോകും. അപ്പോൾ ഈ പ്ലാന്റ്സ് ഇങ്ങനെ നനയ്ക്കാൻ വരുമ്പോൾ അമ്മ എപ്പോഴും പേടിയാണ്. അമ്മയ്ക്ക് എപ്പോഴും പേടി, കാരണം എപ്പോഴും കിട്ടും, എനിക്ക് മിക്കവാറും കിട്ടും കടന്നൽ കുത്ത്. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ അതിൽ നിന്ന് വെള്ളം മാറ്റി പോട്ടൊക്കെ ഒന്ന് വാഷ് ചെയ്തെടുക്കണമായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തു. ഞാൻ തുടക്കത്തിൽ ഗാർഡനിങ് തുടങ്ങിയ സമയത്ത് ഇതൊക്കെ ചെയ്യാൻ നല്ല സ്ലോ ആയിരുന്നു. നല്ല സമയം എടുക്കും. ചിലപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാനിങ്ങനെ നിൽക്കും. ഇപ്പോൾ കുറച്ച് സ്പീഡായിട്ടുണ്ട്. ആദ്യം ഞാനിങ്ങനെ ഓരോന്ന് ഇതിങ്ങനെ സമയം എടുത്ത് ചെയ്യുമായിരുന്നു. അപ്പോൾ നല്ല സ്പീഡിൽ വേഗം വെച്ച് അവസാനിപ്പിക്കും. ഒരുപാടങ്ങനെ സമയം കളയാറില്ല. ഇത്തവണ ഒരു പുതിയ ആളും കൂടെയുണ്ട്, നമ്മുടെ വാട്ടർ ക്യാൻ. അങ്ങനെ ഞാൻ വേഗം സെറ്റാക്കാൻ നോക്കി. നമ്മുടെ ചകിരിച്ചോറൊക്കെ അതുപോലെ ഞാൻ വെച്ചിട്ട് പോയതാണ്. പിന്നെ ഇടയിൽ അങ്ങനെ മഴയൊന്നും പെയ്യാത്തതുകൊണ്ട് അതുപോലെ ഇരിപ്പുണ്ട്. ഇനിയിപ്പം ഈ ഒരു റിപ്പോർട്ടിങ് കൂടെ കഴിഞ്ഞിട്ട് വേണം അതൊക്കെ എടുത്ത് വെക്കാൻ. അതിനി വെയിലത്തൊക്കെ വെച്ച് ഉണക്കണം, കാരണം മൊത്തം ഞാൻ വെള്ളത്തിലിട്ടേക്കായിരുന്നു. ഒരു ബോക്സ് അങ്ങനെ ഞാൻ വെള്ളത്തിലിട്ടേക്കായിരുന്നു. അപ്പോൾ അതൊക്കെ ഇനി കഴുകി അതിൽ നിന്ന് വെള്ളം മാറ്റിയിട്ട് അത് വെയിലത്ത് വെച്ച് ഉണങ്ങിയിട്ട് വേണം ഇനി എടുത്ത് വെക്കാൻ. പിന്നെ നമ്മുടെ പോട്ടിംഗ് മിക്സറൊക്കെ തയ്യാറാക്കുമായിരുന്നു. വെർമി കമ്പോസ്റ്റും വെർമിക്കുലൈറ്റൊക്കെ വെച്ച്. ആദ്യം എനിക്ക് തുടക്കത്തിൽ നല്ല മടിയായിരുന്നു ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ വെക്കാൻ, കുറച്ച് പണിയായിരുന്നു. പിന്നെ അതിൻ്റെ ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ ഒക്കെ തണ്ടൊക്കെ നല്ല സോഫ്റ്റ് അല്ല. അപ്പോൾ അതിങ്ങനെ വെക്കുമ്പോഴൊക്കെ ഒന്നുകിൽ ഇത് വെക്കുമ്പോൾ ഇങ്ങനെ പുറത്തേക്ക് തള്ളി വരും, അല്ലെങ്കിൽ അത് ഒടിഞ്ഞു പോകും. അപ്പോൾ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ല, ചെയ്ത് ശരിയായി. ആദ്യം ഞാൻ ഒരെണ്ണം വെക്കാൻ തന്നെ രാവിലെ മുതൽ ഉച്ചവരെയൊക്കെ ഇരിക്കുകയായിരുന്നു. ഇത്തവണ വേഗം വെച്ചു കേട്ടോ. ഞാനിങ്ങനെ എല്ലാവരും ഓർഡറിലാകെ സെറ്റാക്കി വെച്ചിട്ട് വേഗം അവസാനിപ്പിച്ചു. എൻ്റെ അനിയനൊക്കെ കൂടിയിരിക്കുന്നതിൻ്റെ വഴക്ക് പറയും, വേഗം വെച്ച് അവസാനിപ്പിക്കുക, എന്തേ കാണിക്കുന്നതെന്നൊക്കെ ചോദിക്കും. നല്ല സ്ലോ ആണ് ഞാൻ ചെയ്യാൻ നേരത്ത്. ഇപ്പോൾ വലിയ കുഴപ്പമില്ല. എപ്പീസിയ പ്ലാന്റ് ഇത് ഞാൻ മേടിച്ച പിന്നെ ആദ്യമായിട്ടാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് മേടിച്ചത് ഹാങ്ങിങ്ങോടുകൂടി അങ്ങനെ തന്നെ ചട്ടിയോടുകൂടി വെച്ച് മേടിച്ചിട്ടുണ്ടെന്ന് അങ്ങനെ ഇത് ഹാങ് ചെയ്തിട്ടാണ്. 2019 എന്തോ വാങ്ങിച്ചത്. അതിന് ശേഷം ഇത് ഇപ്പോഴാണ് അത് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ അമ്മോട് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അമ്മയാണ് പറഞ്ഞ് ചെയ്തേക്കാൻ പറഞ്ഞു. കുറേ നാളായില്ലേ, സെറ്റ് ചെയ്തിട്ട് വെച്ചാൽ മതി എന്ന് പറഞ്ഞു അമ്മ. അപ്പം ഞാൻ അതങ്ങനെ തന്നെ ഒന്നും ചെയ്യണ്ടെന്ന് കരുതി ഇരുന്നതായിരുന്നു. അപ്പം അമ്മയാണ് പറഞ്ഞത് സെറ്റ് ചെയ്തിട്ട് വെച്ചാൽ മതി, കുറേ നാളായില്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ അത് 3 വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഔട്ടറും കൂടെ വെച്ച് കൊടുത്താൽ പണി കഴിഞ്ഞു. ഇതായിരുന്നു കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടം വാട്ടർ ക്യാൻ. കുറേ നാളായിരുന്നു ഞാൻ അതൊരെണ്ണം വാങ്ങണമെന്ന് കരുതിയിട്ട്. സത്യത്തിൽ ഇതൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് വേണമെന്ന് ആ വള്ളി ഇട്ട് കൊടുക്കാൻ. പക്ഷെ ഇത് ഞാൻ സെറ്റ് ചെയ്തിട്ട് അതിനകത്തോട്ട് ഇറക്കി വെച്ചപ്പം കുറച്ച് പണിയായി. അതിങ്ങനെ ഇടയ്ക്കൊന്ന് കുരുങ്ങൊക്കെ ചെയ്തു.
എല്ലാം സെറ്റ് ചെയ്തിട്ട് അവസാനം വള്ളി ഇട്ട് കൊടുത്താൽ മതിയായിരുന്നു. അങ്ങനെ വേഗം എല്ലാം വെച്ച് കഴിഞ്ഞു. പിന്നെ കുറേ മണി പ്ലാന്റ്സ് ഒക്കെ ബാക്കി വന്നു. അതൊക്കെ ഞാൻ വേറെ പോട്ടിലൊക്കെ അവിടെ വെച്ചു. ഇതെല്ലാം വെച്ച് കഴിഞ്ഞപ്പം ആ അറ്റത്തൊരെണ്ണം അമ്മ പറഞ്ഞത് മാറ്റാൻ പറഞ്ഞു. അത് ഭയങ്കര വൃത്തിയുണ്ട്, സാരമില്ല, ഇനിയിപ്പോൾ വള്ളി വാങ്ങുന്നവരെ അത് വെയിറ്റ് ചെയ്യണ്ട, ഇത് തൽക്കാലം ഈ പഴയ ആ വള്ളി തന്നെ വെച്ച് ആ വൈറ്റ് പോട്ടിൽ എനിക്ക് ആക്കാൻ പറഞ്ഞു അമ്മ. അപ്പം അവസാനം അതും കൂടെ ചെയ്തു ഞാൻ. നല്ല സന്തോഷമായിട്ട് ഇതിങ്ങനെ കുറേ നാൾ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്യണം, ഇങ്ങനെ വൈറ്റ് പോട്ട് ആക്കണം എന്നൊക്കെ വെച്ചിട്ട് കുറേ നാളായി. അപ്പോൾ ഇത് വാങ്ങിയിട്ട് എല്ലാം ഒരുമിച്ച് ചെയ്യാമെന്ന് കരുതി അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നതാണ്. അപ്പോൾ ഒരുപാട് സന്തോഷമായി. അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തു. പക്ഷേ ഒരെണ്ണത്തിന് വള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇടാതിരിക്കുകയായിരുന്നു. പക്ഷെ അമ്മ പറഞ്ഞത് വൃത്തികേടുണ്ട്, അതും കൂടെ മാറ്റാൻ പറഞ്ഞു. തൽക്കാലം വേറെ ഏതെങ്കിലും വള്ളി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു അമ്മ. അങ്ങനെ അതും കൂടെ മാറ്റി ഞാൻ ഇതാണ് ആ പ്ലാന്റ്. ഇത് ഹാങ്ങിങ് അല്ല, ഞാൻ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങനെ വെച്ചതാണ്, കാലിയായി കിടക്കണ്ടെന്ന് വെച്ചിട്ട്. വള്ളിയില്ല, മറ്റേ വള്ളി ഇടാ, നീല തൽക്കാലം ആ വള്ളിയിടാം. ഇത് നമ്മൾ അറിയില്ലല്ലോ, ഇത് കയറില്ലേ, മതിയോ? ഇത് പരിപാടി കഴിഞ്ഞില്ല, ഞങ്ങളില്ലല്ലോ ചെയ്യാൻ. ഞാനിത് കുറേ നാളായി റീപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞ ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ മിറ്റത്ത് വെച്ചിരിക്കുകയായിരുന്നു, മണ്ണും വളവും ചകിരിച്ചോറും. അപ്പോൾ കുറേ നാളായിട്ട് ഇതിൻ്റെ പിന്നാലെ ഇങ്ങനെ. അപ്പോൾ അമ്മ കഴിഞ്ഞില്ലേ, ഇനി ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കുകയായിരുന്നു. ഇനി 1-2 ഉണ്ട്, അതിനിപ്പോൾ ഉടനെ ഇല്ല, പിന്നീട് എപ്പോഴെങ്കിലും ചെയ്യാമെന്ന് കരുതി. ഈ ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ റീപ്പോർട്ട് ചെയ്തിട്ട് കുറേ നാളായി. ഞാൻ ഈ ഒരു ഐഡിയ മനസ്സിലുണ്ട്, ഈ പോട്ടൊക്കെ വാങ്ങി പിന്നെ 1-2 പ്ലാന്റ്സ് ഒക്കെ വേറെ വാങ്ങിച്ചിട്ട് ചെയ്യാമെന്ന് കരുതി. കാരണം 3 പോട്ടിൽ തന്നെ മണി പ്ലാന്റ് ആണ്. 3 വെറൈറ്റി ആണെങ്കിലും എൻ്റെ അനിയൻ എപ്പോഴും കളിയാക്കുക, എല്ലാത്തിനും മണി പ്ലാന്റ് മാത്രമാണ് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പ്ലാന്റ്സ് വാങ്ങലൊന്നും നടന്നില്ല, പോട്ട് വാങ്ങി. ഞങ്ങൾ ലാസ്റ്റ് പോയി നഴ്സറിയിൽ നോക്കി ഹാങ്ങിങ് പ്ലാന്റ്സ് നല്ലതുപോലെ ഉണ്ടോയെന്ന്, അപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അതിന് പിന്നെ എപ്പോഴെങ്കിലും വാങ്ങി സെറ്റ് ചെയ്യാമെന്ന് കരുതി. ഈ പോട്ട് വാങ്ങുന്ന നേരത്തെ രമേശ് പറഞ്ഞു നമുക്ക് യെല്ലോ മതി, യെല്ലോ വാങ്ങുന്നു. പക്ഷെ ഞങ്ങൾക്ക് ആവശ്യമുള്ള അത്ര എണ്ണം യെല്ലോട് ഉണ്ടായിരുന്നില്ല. അങ്ങനെ എൻ്റെ ആഗ്രഹപ്രകാരം വൈറ്റാണ് കിട്ടിയത്. അങ്ങനെ ലാസ്റ്റ് പ്ലാന്റ് സെറ്റ് ചെയ്തു, പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു. നടുക്ക കലം മാത്രം ഇടയിൽ ആ കലം ചെറുതായിട്ട് വൃത്തികേടായിട്ടുണ്ട്. പക്ഷെ തൽക്കാലം അവിടെ കിടന്നോട്ടെ, പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം നമുക്ക്. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.